വെൽക്കം ടു വെൽനസ് വിത്ത് വിധു. ഞാൻ വിധു ഹരിദാസ്, സർട്ടിഫൈഡ് ന്യൂട്രീഷനിസ്റ്റ്. വാട്ട് ഇസ് സർക്കാഡിയൻ റിതം? അത് നമ്മുടെ ബോഡീസ് ഇന്നർ ക്ലോക്കാണ്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? രാത്രിയാകുമ്പോൾ നമുക്ക് ഉറക്കം വരുന്നു, പകൽ പല സമയങ്ങളിലും നമുക്ക് വിശക്കുന്നു, രാവിലെ സമയത്ത് അതായത് മോർണിംഗ് ബിഫോർ ആഫ്റ്റർനൂൺ ആണ് പലപ്പോഴും നമ്മൾ ആക്റ്റീവായിട്ടിരിക്കാറ്. എന്തുകൊണ്ട് അങ്ങനെ നമുക്കൊരു ബൈ നേച്ചർ അങ്ങനെ വരുന്നു? അതൊരു ഹാബിറ്റാണോ? അല്ല, അത് നമ്മുടെ ബോഡിയുടെ ഒരു ഇൻബിൽറ്റ് ക്ലോക്കിൻ്റെ പണിയാണ്. ഇതിൻ്റെ പേരാണ് സർക്കാഡിയൻ റിതം. നമ്മൾ ചുമരിൽ വെക്കുന്ന ക്ലോക്ക് പോലെ തന്നെ നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള ഈ ക്ലോക്ക് 24 മണിക്കൂറും ടിക് ടിക് തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഡിസ്റ്റർബ്ഡ് ആയാൽ നമ്മുടെ ഹെൽത്തും ഡിസ്റ്റർബ്ഡ് ആവും. ഈ സർക്കാഡിയൻ റിതം എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ ഡെയിലി റുട്ടീൻ സിസ്റ്റമാണ്. അത് നമ്മളെ എല്ലാ രീതിയിലും കൺട്രോൾ ചെയ്യണം. സ്ലീപ്പ്, വെൻ ടു സ്ലീപ്പ്, വെൻ ടു വേക്കപ്പ്, എപ്പോൾ നമുക്ക് വിശക്കണം, എപ്പോൾ ഭക്ഷണം കഴിക്കണം, എപ്പോൾ ഹോർമോൺസിനെ റിലീസ് ചെയ്യണം, ഷുഗറും ഫാറ്റും കൊളസ്ട്രോളും എങ്ങനെ മാനേജ് ചെയ്യണം, ഡൈജഷൻ എങ്ങനെ വർക്ക് ചെയ്യണം, ഇതൊന്നും കൂടാണ്ട് എങ്ങനെ നമ്മൾ ചിന്തിക്കണം, എന്തായിരിക്കണം നമ്മുടെ മൂഡ്, ഇതെല്ലാം തീരുമാനിക്കുന്ന ഈ ഒരു ക്ലോക്കാണ്. ഇത് നമ്മുടെ ബ്രെയിനിൽ ഇരുന്നിട്ട് അതിനെ കൺട്രോൾ ചെയ്യുന്നത് ലൈറ്റും ഡാർക്ക്നെസ്സുമാണ്. ഈ ലൈറ്റും ഡാർക്ക്നെസ്സും അതിനെ കൺട്രോൾ ചെയ്യും എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? മോർണിംഗിൽ വെളിച്ചം വരുന്ന സമയത്ത് ഇത് ഓൺ മോഡിലേക്ക് പോകും. നമ്മുടെ കണ്ണിൽ കൂടെ വെളിച്ചം അകത്തേക്ക് ചെല്ലുമ്പോൾ ബ്രെയിൻ പറയുന്നു ഓക്കെ വേക്കപ്പ്, സിഗ്നൽ കിട്ടി. കോർട്ടിസോൾ അതായത് എനർജി തരുന്ന ഹോർമോൺ പതുക്കെ ഇൻക്രീസ് ചെയ്യണം. രാവിലെ ബോഡി ടെമ്പറേച്ചറൊക്കെ കുറച്ച് റൈസ് ചെയ്തു, ബ്രെയിൻ നല്ല ഷാർപ്പായി, ഡൈജസ്റ്റീവ് സിസ്റ്റം ആക്റ്റീവായി തുടങ്ങി. അതുകൊണ്ടിട്ടാണ് മോർണിംഗ് ടൈം ഇസ് ബെസ്റ്റ് ഫോർ എക്സസൈസിങ്, വാക്കിംഗ്, ലേണിംഗ്, പ്ലാനിങ്, ഈറ്റിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. ആഫ്റ്റർനൂൺ ടൈം ആകുമ്പോഴത്തേക്കും അതൊരു വർക്കിംഗ് മോഡിലേക്ക് പോയി. ആ സമയത്താണ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഏറ്റവും സ്ട്രോങ് ആയിരിക്കുന്നത്. ബോഡിക്ക് ഫുഡിനെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. മസിൽസ് ഒക്കെ നല്ല ആക്റ്റീവ് ആവും. ബ്ലഡ് ഷുഗറിൻ്റെ കൺട്രോളും ഒരു നല്ല രീതിയിലായിരിക്കും ആ സമയത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് ആ സമയമാണ് ഏറ്റവും നല്ലൊരു സമയം, ദ ബിഗ്ഗസ്റ്റ് മീൽ ടു ഹാവ്. ാണ് നമ്മളെല്ലാവരും ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നത്, അല്ലെങ്കിൽ ലഞ്ച് ഇസ് എ ബിറ്റ് ഹെവി അല്ലേ? നോർമൽ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും വെച്ച് നോക്കുമ്പോൾ ലഞ്ച് കുറച്ച് ഹെവിയാണ്. ഇനി ഈവനിങ് ആകുമ്പോഴത്തേക്കോ ഈ സൂര്യൻ ഉദിച്ച് അസ്തമിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന പോലെ തന്നെ, സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ഉണ്ടാവുന്ന ചൂട് അസ്തമിക്കുന്ന സമയത്ത് കുറഞ്ഞു വരുന്ന പോലെ നമ്മുടെ ശരീരത്തിലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ഈവനിങ് ആകുമ്പോഴത്തേക്കും മെലറ്റോണിൻ സ്റ്റാർട്ടഡ് സ്ലോലി റൈസിങ്. നമ്മുടെ സ്ലീപ്പ് ഹോർമോണാണ്, അത് പതുക്കെ റൈസ് ചെയ്യാൻ തുടങ്ങും. ഡൈജഷനൊക്കെ കുറച്ച് വീക്കാവും, ബോഡി ഒരു റെസ്റ്റ് മോഡിലേക്ക് വരികയാണ്. ഹെവി ആയിട്ടുള്ള മീല്, ലേറ്റ് ആയിട്ടുള്ള സ്നാക്കിംഗ്, ലേറ്റ് നൈറ്റ് സ്ക്രീൻ ടൈം, ഇതെല്ലാം ഈ ക്ലോക്കിനെ കൺഫ്യൂസ് ചെയ്യും. നൈറ്റ് ആകുമ്പോഴത്തേക്കും എന്താണ് ബോഡിയുടെ അവസ്ഥ? ഈ ക്ലോക്കാണല്ലോ എല്ലാം കൺട്രോൾ ചെയ്യണേ. അപ്പോൾ ശരിക്കും ഈ ക്ലോക്ക് ബോഡിക്ക് കൊടുത്തേക്കുന്ന ഡ്യൂട്ടീസ് നൈറ്റിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പയറിംഗ് മോഡാണ്. ലിവർ ഡീടോക്സിഫിക്കേഷൻ നടക്കണം, സെൽ റിപ്പയർസ് നടക്കണം, ഫാറ്റ് ബേണിംഗ് അത് കുറേ നല്ലോണം കൂടിക്കൊണ്ടിരിക്കുന്ന സമയമാണത്. ഇമ്മ്യൂണിറ്റി ഇമ്പ്രൂവ് ചെയ്യണം, ബ്രെയിൻ വേസ്റ്റിനെയൊക്കെ ക്ലീൻ ചെയ്ത് കളയണം, ഹോർമോൺ ബാലൻസ് ചെയ്യണം. ഇതെല്ലാം സംഭവിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ കൃത്യസമയത്ത് കിടന്നുറങ്ങുമ്പോഴും കൃത്യമായി ഇരുട്ടത്ത് കിടന്നുറങ്ങുമ്പോഴുമാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഇതൊക്കെ ഡിസ്റ്റർബ് ആവണം എന്തുകൊണ്ടിട്ടാണ്? ഇന്നത്തെ മോഡേൺ ലൈഫ് ഈ റിതം തന്നെ തെറ്റിക്കുകയാണ്. ഈ ക്ലോക്കിനെ ഉൾട്ട അപ്സൈഡ് ഡൗൺ ആക്കി മാറ്റിയേക്കാണ്, അതിനെ ബ്രേക്ക് ചെയ്തേക്കാണ്. എങ്ങനെ? ലേറ്റ് നൈറ്റ് മൊബൈൽ യൂസ്, ലേറ്റ് ഡിന്നർ, നൈറ്റ് ഷിഫ്റ്റ്സ്, സ്കിപ്പിംഗ് ബ്രേക്ക്ഫാസ്റ്റ്, സ്ലീപ്പിംഗ് ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ്, സ്ലീപ്പിംഗ് വെരി ലേറ്റ് ഇൻ ദ നൈറ്റ്, ദാറ്റ് ഇസ് ആഫ്റ്റർ മിഡ് നൈറ്റ്, ഇറഗുലർ ആയിട്ടുള്ള സ്ലീപ്പ് ടൈമിങ്സ്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യമൊക്കെ ഇപ്പോൾ സർവ്വസാധാരണമല്ലേ? ഇതിനകത്ത് ഇത്ര വലിയ കാര്യമുണ്ടോ എന്ന് വിചാരിക്കണ്ടോ? പക്ഷേ ഇന്നത്തെ അസുഖങ്ങളുടെ പോക്ക് എങ്ങോട്ടാണ്? ഈ റിതം തെറ്റുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? തൈറോയ്ഡ് ഇഷ്യൂ, ഡയബറ്റിക് ഇഷ്യൂ, വെയ്റ്റ് ഗെയിൻ, ഹൈ കൊളസ്ട്രോൾ, ഫാറ്റി ലിവർ, പുവർ ഡൈജഷൻ, ലോ ഇമ്മ്യൂണിറ്റി, ആൻസൈറ്റി ആൻഡ് ഡിപ്രഷൻ, ഹോർമോണൽ ഇംബാലൻസ്, ഹാർട്ട് ഡിസീസ്. ഇതും സർവ്വസാധാരണമല്ലേ? അപ്പോൾ എവിടെയാണ് നമ്മുടെ പ്രശ്നം തുടങ്ങണമെന്ന് മനസ്സിലായോ? ഹെൽത്തി ആയിട്ടുള്ളൊരു ഭക്ഷണം നമ്മൾ കഴിച്ചാൽ പോലും അത് വർക്ക് ചെയ്യാൻ പോകുന്നില്ല ഇഫ് ഇറ്റ് ഈസ് ഈറ്റൻ അറ്റ് ദ റോങ് ടൈം. ഈ സർക്കാഡിയൻ റിതം നമ്മുടെ മെറ്റബോളിസമായിട്ട് എങ്ങനെയാണ് കണക്റ്റഡ് ആവണേ, അല്ലെങ്കിൽ ഈ സൺറൈസും നമ്മുടെ ഉള്ളിലുള്ള ഓരോ പ്രവർത്തനങ്ങളും എങ്ങനെ കണക്റ്റഡ് ആവണേ നോക്കാം. എന്തൊക്കെയാണ് ഏതൊക്കെ സമയത്ത് കൃത്യമായി നടക്കണേന്ന് നമുക്ക് നോക്കിയാലോ. ബോഡിക്ക് ഹാൻഡിൽ ചെയ്യാൻ ഒരു കപ്പാസിറ്റി ഉണ്ട്. അത് രാവിലത്തെ സമയമാണ് ഷുഗറിനെ ബെറ്റർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റണേ. ഫാറ്റിനെ ഡേ ടൈമിലാണ് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റണേ. എനർജി പൊതുവെ വൈകുന്നോറും കുറവായിരിക്കും ബോഡിക്ക്. അതുകൊണ്ടിട്ടാണ് ലേറ്റ് നൈറ്റ് ഈറ്റിംഗ് വേണ്ട എന്ന് പറയുന്നത്. അവിടെ ഫാറ്റ് സ്റ്റോറേജ് വരുന്നു, ഷുഗർ ഹൈ വരുന്നു, അതേപോലെ ലേറ്റ് സ്ലീപ്പ് വരുമ്പോൾ ഹോർമോൺ ഇംബാലൻസ് വരുന്നു, ഡൈജഷൻ ഇഷ്യൂസ് വരുന്നു. എങ്ങനെ ഇത് ഫിക്സ് ചെയ്യാം നമുക്ക്? പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മുടെ പഴയ ആൾക്കാർ ചെയ്തിരുന്ന പോലെ കറക്റ്റായിട്ടുള്ള സമയത്തിന് എണീക്കുകയോ ഉറങ്ങുകയോ ചെയ്താൽ തന്നെ പകുതി അസുഖം നമ്മുടെ എല്ലാവരുടെയും മാറും. കൃത്യസമയത്ത് ഒരേ സമയത്ത് എല്ലാ ദിവസവും എണീക്കാൻ ശ്രമിക്കാം. അത് രാവിലെ 10 മണിക്കല്ല, കാലത്ത് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് തന്നെ എണീക്കാൻ, കഴിയുന്നതും ഒരു 5 മണി മുതലെങ്കിലും എണീക്കാൻ ശ്രമിക്കുക. അത് കൃത്യമായിട്ട് ഒരേ സമയത്ത് അപ്പോൾ ബോഡി ക്ലോക്ക് അവെയർ ആവും, ഞാൻ സമയത്ത് എണീറ്റു, ഇതാണ് എൻ്റെ സമയം എണീക്കാൻ. ഒരു 10-15 മിനിറ്റ്
നമ്മളൊരു മെഡിറ്റേഷനോ അങ്ങനെ എന്തെങ്കിലും ആ കട്ടിൽ ഇരുന്ന് തന്നെ വിഷ്വലൈസേഷനോ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ നമ്മളൊന്ന് ബോഡി പ്രിപ്പയർ ചെയ്തു അതിനകത്ത് 10-15 മിനിറ്റ് ഒരു സൺലൈറ്റ് കൊള്ളാനായിട്ട് ശ്രമിച്ചാൽ അത്രയും നല്ലത്. നമ്മുടെ ജനലയ്ക്ക് പോയി നിന്നാലോ ജനലയുടെ അടുത്ത് നിന്നിട്ട് നമ്മളൊരു എക്സസൈസ് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ വരാന്തയിൽ ഇറങ്ങി നിന്നിട്ട് കുറച്ച് സൺലൈറ്റ് കൊള്ളാനായിട്ട് ശ്രമിക്കാം. കൃത്യസമയത്തിന് തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. കഴിയുന്നതും ഒരു 7:30-നും 9:00-നും ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. പിന്നെ ഉച്ചയ്ക്കുള്ള ലഞ്ചായിരിക്കണം നമ്മുടെ മെയിൻ മീൽ. അതും ഒരു കൃത്യസമയം വയ്ക്കുക. ഒരു 12:30-നും 2:00-നും ഇടയ്ക്ക് കൃത്യമായിട്ട് ആ സമയത്ത് ഭക്ഷണം ചെല്ലും എന്നുള്ളത് ബോഡിക്ക് മനസ്സിലാവണം. നല്ല ആക്റ്റീവായിട്ടിരിക്കുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക. വൈകുന്നേരത്തെ ഡിന്നർ ബിഫോർ 7:30 കഴിക്കുക. 6:30, 7:30യുടെ ഇടയ്ക്ക് ഭക്ഷണം ഡിന്നർ ചെല്ലും എന്നുള്ളത് ബോഡിക്ക് മനസ്സിലാവും. ബോഡി അതനുസരിച്ച് പ്രിപ്പയർ ചെയ്തോളൂ. കഴിയുന്നതും ലൈറ്റ് ഫുഡായിരിക്കണം. ഒരു 10:30-ക്കുള്ളിൽ പോയി കിടന്ന് ഉറങ്ങുക. അതിന് 1 മണിക്കൂർ മുമ്പ് തന്നെ ഫോൺ മാറ്റി വെക്കുക. കാരണം നമ്മുടെ സ്ക്രീനിനകത്തുള്ള വെളിച്ചം നമ്മുടെ കണ്ണിലേക്ക് ചെല്ലുമ്പോൾ അവ ബ്രെയിൻ ഗെറ്റ് കൺഫ്യൂസ്ഡ്. ഇത് രാത്രിയാണോ പകലാണോ എന്ന് മനസ്സിലാവാത്ത കണ്ടീഷനിൽ വരുമ്പോൾ ഈ മെലറ്റോണിൻ വേണ്ട പോലെ പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പം നമ്മുടെ ഉറക്കത്തിനെ പിന്നെയും ഹോൾഡ് ചെയ്ത് വെക്കുകയാണ്. അതേപോലെ കഴിയുന്നത് ഡാർക്ക് റൂമിനകത്ത് കിടക്കാൻ ശ്രമിക്കുക. ഉറക്കം വരില്ല എന്ന് പറഞ്ഞ് ഫോൺ എടുക്കാനും നിൽക്കേണ്ട, ഉറക്കം വരില്ല എന്ന് പറഞ്ഞ് നമ്മൾ വെറുതെ സ്നാക്ക് ചെയ്യാനും ഇരിക്കേണ്ട. ഇത് രണ്ടും ഉള്ളിൽ ചെന്ന് കുറേ അധികം കൺഫ്യൂഷൻസ് ഉണ്ടാക്കും. അപ്പം നമ്മൾ എന്ത് കഴിക്കണമെന്നുള്ളതിലും അപ്പുറം നമ്മൾ എപ്പോൾ കഴിക്കണോ എപ്പോൾ ഉറങ്ങണോ ഇതെല്ലാമാണ് നമ്മുടെ ഹെൽത്തിനെ തീരുമാനിക്കുന്നത്. നമ്മൾ നമ്മുടെ ഉള്ളിലെ ബോഡി ക്ലോക്കിനെ റെസ്പെക്റ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡി സെൽഫ് ഹീലിങ്ങും സെൽഫ് കറക്ഷനും ഒക്കെ തന്നെ ചെയ്യും. നോ എക്സ്ട്രാ മെഡിസിൻ, നോ എക്സ്പെൻസീവ് ട്രീറ്റ്മെൻറ്റ്, ജസ്റ്റ് ചേഞ്ച് യുവർ ടൈമിങ്സ് ആൻഡ് ബി വിത്ത് ദ circadian rhythm. Thank you. If you find it informative, just share with your friends and subscribe for more health related videos. Thank you. Bye bye.